ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത് നെയ്ച്ചോറും മട്ടൻ കറിയാണ്. അപ്പോൾ ആദ്യം നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാം കേട്ടോ. വെള്ളം ചൂടായപ്പോൾ അതിലേക്ക് ഗരം മസാലക്കൂട്ടും പിന്നെ കുറച്ച് ഓയിലും ഉപ്പൊക്കെ ഇട്ടു, കുറച്ച് ഡാൽഡ ഇട്ടു. വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മൾ അരി വെച്ചിട്ടുണ്ടായിരുന്നു കഴുകിയിട്ട് അതിട്ടു. പിന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ ഒന്ന് കട്ട പിടിക്കും. അത് ഒരു 75% വെന്താലും നമുക്കത് കോരിയെടുക്കാം. എന്നിട്ട് വേറെ പാനിലേക്ക് നമുക്ക് ദമ്മാക്കാൻ ഇടാം കേട്ടോ. അതിൽ ചോറിട്ടു, കുറച്ച് നെയ്യ് ഒഴിച്ച് എന്നിട്ട് നമ്മൾ ആ ഊറ്റി വെച്ച ആ ചോറിട്ടു. പിന്നെ കുറച്ച് ഉള്ളിയും മറ്റേ ഉണക്കമുന്തിരിയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ടു. കുറച്ച് നെയ്യിട്ടു. അത് കട്ട പിടിച്ച കാരണമാണ് കേട്ടോ സ്പൂൺ കൊണ്ട് ഇടുന്നത്. കുറച്ച് ഓയിൽ ഒഴിച്ചു. 10 മിനിറ്റൊക്കെ നമുക്കത് വെക്കാം, ലോ ഫ്ലെയിമിൽ വെക്കാം. പിന്നെ നെയ്ച്ചോറായിട്ടാണ്, പിന്നെ ഇളക്കി കൊടുത്താൽ നെയ്ച്ചോറ് റെഡി. മട്ടൻ കറി ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം കുറച്ച് ഉള്ളി വേവിക്കാൻ വെച്ച് വെന്ത് വരുമ്പോൾ അതൊന്ന് വാടി വരുമ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കുള്ളൂ. കുറച്ച് ഉപ്പിട്ടിട്ട് വേവിക്കാൻ വെച്ചതാട്ടോ. ഇതായി വരുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ച് ചുവന്നുള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ ചുവന്നുള്ളി പേസ്റ്റാണ് കേട്ടോ. പച്ചമണം മാറുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ബ്രൗൺ കളറാവണ വരെ ഇളക്കി കൊടുക്കുക. അപ്പോഴാണ് അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറി കിട്ടുള്ളൂ. അതിന് നമുക്ക് മസാലകൾ ഇടാം കേട്ടോ. ഒന്ന് ഇളക്കിയിട്ട് ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി ഒരു ബ്രൗൺ കളറൊക്കെ വന്നാൽ നമുക്ക് 3 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുക. പിന്നെ ഒരു 3 ടീസ്പൂൺ മുളക് പൊടി, എരിവിനനുസരിച്ചിട്ട് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. പിന്നെ കുരുമുളക് പൊടി ഇടുക. കുരുമുളക് പൊടി ഒക്കെ നമുക്കിനി വേണ്ടവർക്ക് കുറച്ച് കൂടുതൽ ഇടുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ടു. അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്ത് ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നാൽ നമുക്കതിന് തക്കാളി ഇടാം, ഇളക്കി കൊടുക്കാം. തക്കാളി വേവാൻ കുറച്ചൊന്ന് മൂടി വെക്കാം. ഇത് വിനാഗറാണ് കേട്ടോ ഒഴിക്കുന്നത്. വേണ്ടവർക്ക് മറ്റേ നാരങ്ങനീര് ഒഴിക്കാം. ഇതിൽ നാരങ്ങനീര് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് സുർക്ക ഒഴിച്ചു. ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മൾ മട്ടൻ നേരത്തെ കുക്കറിൽ വേവിച്ച് വെച്ചാണ് കേട്ടോ. അതിൻ്റെ ആ വെള്ളമാണ് ഊറ്റി വെച്ചപ്പോൾ അതിൻ്റെ വെള്ളമാണ് കേട്ടോ അത്. കുക്കറിൽ വേവിച്ചതാണ്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളകും, പൊടിയല്ലാത്ത കുരുമുളകും ഇതൊക്കെ ഇട്ടിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിച്ച് വെച്ചതാണ് കേട്ടോ കുക്കറിൽ. പിന്നെ കുറച്ച് മല്ലിയിലയും മറ്റേ പുതിനയിലും ഇടുക. അത് കട്ട് ചെയ്യാൻ മറന്നതാണ് കേട്ടോ. അതെങ്ങനെ പിന്നെ വെന്തൊന്നും കുഴപ്പമൊന്നുമില്ല, അത് സെറ്റാവും. പിന്നെ വേവിച്ച് വെച്ച് മട്ടൻ ഇടാം. മട്ടൻ കുറച്ച് വേവ് കൂടി അത് കാരണമാണ് കേട്ടോ. പക്ഷെ നല്ല കാണാൻ ലുക്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സംഭവം. പത്ത് മിനിറ്റ് നമുക്കൊന്ന് മസാല അതിലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് വേവിക്കാം. പിന്നെ തൂമിക്കൽ നമുക്ക് വേണ്ടവർക്ക് ചെയ്താൽ മതി കേട്ടോ. നേരത്തെ ഉള്ളി അരിഞ്ഞില്ലല്ലോ നമ്മൾ, മറ്റേ എന്താ പറയുക, അരച്ചല്ലേ, കുറച്ച് കട്ട് ചെയ്തിട്ടൊന്ന് മൂപ്പിച്ചിട്ട് അതിലേക്ക് ഒഴിക്കാം. വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കണത്. അപ്പോൾ കുറച്ച് ടേസ്റ്റ് കൂടും. പിന്നെ വേപ്പിൻ്റെ ഇലയും ഇതിൻ്റെ കൂടെ ഇടാം കേട്ടോ. വേപ്പിൻ്റെ ഇല ഇല്ലാത്തതുകൊണ്ടാണ്. കുറച്ച് മല്ലിയിലൊക്കെ ഇട്ടിട്ട് നമുക്ക് സെറ്റാക്കാം. നെയ്ച്ചോറും മട്ടൻ